ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സഹോദരങ്ങളെ, മത്തായി 24:36 മാർക്കോസ് 13:32 ഒരേപോലെ പറയുന്ന ഒരു വചനഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ആ ദിവസത്തെയോ മണിക്കൂറിനെയോ കുറിച്ച് ആരും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ പോലും, പിതാവിനു മാത്രം. അതായത് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സമയം എപ്പോഴാണെന്ന് അറിയാത്തതിനാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ദിവസവും മണിക്കൂറും അറിയാത്ത ഒരു ഉത്സവം ഇസ്രായേൽക്കാർക്കുണ്ട്. അതാണ് കാഹളധ്വനി ഉത്സവം. പുരാതന കാലങ്ങളിൽ ഈ ഉത്സവം ആരംഭിക്കുന്നത് അമാവാസി ദിനങ്ങളിലാണ്. അത് എപ്പോൾ ആരംഭിക്കുമെന്ന് ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു. ഈ വർഷം 2025 സെപ്റ്റംബർ 22 മുതൽ 24 വരെയാണ് ആ ഉത്സവം നടക്കേണ്ടത്. ഈ ഉത്സവം കാഹളം മുഴക്കുന്നതിൻ്റെയും പശ്ചാത്തപിക്കുന്നതിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും ദിവസമാണ്. ഈയിടെയായി ലോകത്ത് പലരും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെടുത്തി ഈ ദിവസങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ബൈബിളുമായി ബന്ധപ്പെടുത്തി ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് നേരിട്ട് നിർദ്ദേശം നൽകി ആഘോഷിക്കാൻ പറഞ്ഞ് 7 പെരുന്നാളുകൾ കൊടുത്തിട്ടുണ്ട്. അവ എപ്പോൾ ആഘോഷിക്കണമെന്നും എങ്ങനെ ആഘോഷിക്കണമെന്നും ദൈവം തന്നെ കൽപ്പിക്കുന്നു. വായിച്ചു നോക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനാകൂ. ലേവ്യർ 23:44 അതായത് ആ അധ്യായത്തിലെ അവസാന വാക്കുകൾ കേൾക്കും. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. ഇസ്രായേലിൻ്റെ ഈ ഉത്സവങ്ങൾ ദൈവത്തിൻ്റെ നിശ്ചിത സമയങ്ങളാണ്. എല്ലാം പ്രതീകാത്മകമാണ്. ഒരു പ്രവചന സ്വഭാവം അവയ്ക്കുണ്ട്. 7 ഉത്സവങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. 4 വസന്തകാല ഉത്സവങ്ങളും 3 ശരത്കാല ഉത്സവങ്ങളുമാണവ. വസന്തകാല ഉത്സവങ്ങൾ യഥാക്രമം പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം, ആദ്യ ഫലത്തിൻ്റെ ഉത്സവം, പെന്തക്കോസ്ത് തിരുനാൾ, ഇങ്ങനെ പോകുന്നു. ശരത്കാല ഉത്സവങ്ങൾ കാഹളങ്ങളുടെ പെരുന്നാൾ, പാപപരിഹാര ദിനം, കൂടാരപ്പെരുന്നാൾ എന്നിങ്ങനെയാണ്. വസന്തകാല ഉത്സവങ്ങളായ പെസഹായുടെ ദിനത്തിലാണ് കർത്താവ് തൻ്റെ ഒടുവിലത്തെ അത്താഴം കഴിച്ചത്. അത് ഒരു പെസഹ ഭക്ഷണമായിരുന്നു. യേശു അന്നേ ദിനം തൻ്റെ ശരീരം ഭക്ഷിക്കാൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ യേശു പെസഹ കുഞ്ഞാടായി മാറുകയായിരുന്നു. പെസഹ ആഘോഷിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആരംഭിക്കുന്നു. അതൊരാഴ്ചയുണ്ട്. ഇസ്രായേൽ പുളിപ്പുള്ള അപ്പം അപ്പോൾ കഴിക്കില്ല. അവരുടെ വീടുകളിൽ നിന്ന് എല്ലാ പുളിപ്പും നീക്കം ചെയ്തു. പെസഹയ്ക്ക് ശേഷമുള്ള ദിനങ്ങൾ പുളിപ്പാകുന്ന പാപത്തെ യേശുവിൻ്റെ രക്തത്താൽ നീക്കം ചെയ്യണമെന്ന ധ്വനിയാണ് ഇതിനുള്ളത്. അടുത്ത പെരുന്നാൾ ആദ്യ ഫലത്തിൻ്റെതാണ്. വിളവെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ ഫലങ്ങൾ അർപ്പിച്ചിരുന്നു. അതായത് കൊയ്ത്തിൻ്റെ ആരംഭം. ആ പെരുന്നാളിൽ പുനരുത്ഥാനം വഴി യേശു കൊയ്ത്തിൻ്റെ ആരംഭമായി. യേശുവാണ് ആദ്യജാതൻ. 1 കൊരിന്ത്യർ 5:15, 20, 23 കേൾക്കും. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരുടെ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ഓരോരുത്തരും അവനവൻ്റെ ക്രമത്തിലായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അങ്ങനെ ഈ 3 ഉത്സവങ്ങളുടെ പ്രതീകാത്മകത മനസ്സിലായല്ലോ. 4ാമത്തേതാണ് പെന്തക്കോസ്ത്. ആദ്യ ഫലത്തിനു ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞിട്ട്, അതായത് 50 ദിവസത്തെ ഇടവേള, ആ ദിവസം ഒരു വേലയും ചെയ്യാതെ വിശുദ്ധ സമ്മേളനം നടത്തണം. സഹോദരങ്ങളെ, ആ ദിനത്തിലാണ് സഭയ്ക്ക് ആത്മാവിനെ ലഭിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുക. പെസഹ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ഈ ഉത്സവങ്ങളും അവയുടെ ക്രമങ്ങളും അർത്ഥവത്താണ്, പ്രതീകാത്മകമാണ്. അടുത്തതാണ് കാഹളപ്പെരുന്നാൾ. 7-ാം മാസം 1-ാം ദിവസം യഹൂദ കലണ്ടറിൽ, അതിനുശേഷം ആ മാസത്തിലെ 10-ാം ദിവസം പാപപരിഹാര ദിവസവും 15-ാം ദിവസം കൂടാരപ്പെരുന്നാളുമാണ്. ഈ 3 പെരുന്നാളുകൾ ശരത്കാല ഉത്സവങ്ങളാണ്. വസന്തകാല തിരുനാളുകൾ മിശിഹായുടെ 1-ാം വരവിലെ ശുശ്രൂഷകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഈ 3 ശരത്കാല
തിരുനാളുകൾ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വസന്തകാലത്തിനും ശരത്കാലത്തിനും ഇടയിലുള്ള സമയം നാം ഇന്ന് ജീവിക്കുന്ന സഭായുഗത്തിൻ്റെ ആത്മീയ പ്രതീകമാണ്. കാഹളപ്പെരുന്നാൾ രണ്ടാം വരവാണ്. പുതിയ നിയമത്തിൽ കാഹളങ്ങളെ യുഗാന്ത്യവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 24:33 കേൾക്കൂ. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയക്കും. അവർ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അവസാന ന്യായവിധി തുടങ്ങുന്നത് കാഹളനാദത്തോടെയാണ്. നമ്മുടെ പുനരുത്ഥാന ദിവസം കാഹളനാദം മുഴങ്ങുമെന്ന് പൗലോസ് 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു. അടുത്ത പാപപരിഹാര ദിനം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. എബ്രായർ 9:7 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുക. പാപപരിഹാര ദിനത്തിന് 5 ദിവസത്തിന് ശേഷം നടത്തപ്പെടുന്ന ഇസ്രായേലിയുടെ പ്രവാസത്തെ ഓർമ്മിപ്പിക്കുന്ന കൂടാരപ്പെരുന്നാൾ അഴിഞ്ഞുപോകാത്ത ഒരു കൂടാരം നമുക്ക് നൽകുന്നത് ധ്വനിപ്പിക്കുന്നുണ്ട്. വരുവാനിരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷകളാണ് ഈ 3 പെരുന്നാളുകളിലും നാം കാണുന്നത്. അതായത് ക്രമത്തിൽ പറഞ്ഞാൽ കാഹളം ധരിക്കുമ്പോൾ മഹാപുരോഹിതനായ യേശു വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അഴിഞ്ഞുപോകാത്ത ഒരു കൂടാരത്തിൽ പ്രവേശിപ്പിക്കും. നാളും നാഴികയും അറിയാത്ത കാഹളപ്പെരുന്നാളിൽ കാഹളമൂതി യേശു എത്തും. കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഉറപ്പായും ആ കാലത്താണ് നടക്കേണ്ടത്. കാഹളപ്പെരുന്നാൾ അമാവാസ്യയിലായതിനാൽ നാളും നാഴികയും അറിയില്ലല്ലോ. അതിനാൽ ഏതെങ്കിലും ഒരു കാഹളപ്പെരുന്നാളിൽ യേശു വരും. അത്തിയാകുന്ന ഇസ്രായേൽ തളിർത്തിരിക്കുന്നതിനാൽ അത് ഏറ്റവും അടുത്തെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇതൊന്നും നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യമല്ല. അതിനാൽ യേശു കൽപ്പിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.